മോർണിംഗ്. 2 ദിവസമായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതിന് വേണ്ടി 4 എഗ്ഗാണ് എടുക്കുന്നത്. അതിൽ 3 എഗ്ഗിൻ്റെ യോക്കും 4 എഗ്ഗിൻ്റെ വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിൽ 2 ബൗളിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. 3 എഗ്ഗ് യോക്ക് ഇട്ട ബൗളിലേക്ക് 1 കയ്യിൽ മിൽക്ക്, വനില എസൻസ്, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് ബട്ടർ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം 4 എഗ്ഗ് വൈറ്റ് എടുത്ത ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനിഗർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 2.5 ഷുഗർ പൗഡർ ആഡ് ചെയ്യുക. എത്ര മധുരം വേണം അതിനനുസരിച്ചാണ്. എന്നിട്ട് അത് വിപ്പ് ചെയ്യാം. അത് നല്ല ക്രീമായിട്ട് വരണം. അതായത് നമ്മൾ പാത്രം അത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞ് വിപ്പ് ചെയ്തതിന് ശേഷം ആ പാത്രം നമ്മൾ കമഴ്ത്തുമല്ലോ, അപ്പോൾ അത് പോകാൻ പാടില്ല. അത്രയ്ക്കും നല്ല സ്മൂത്തായിട്ട് വിപ്പ് ചെയ്യണം. ഈ ഷുഗർ ഒരുമിച്ച് അങ്ങ് ഇടണ്ട, കുറേശ്ശെ വിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നീട് നമ്മളത് പതുക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ എഗ്ഗ് യോക്ക് ഇട്ട ബൗളില്ലേ അതിലേക്ക് ഒരു കയ്യിൽ കുറച്ചെടുത്തിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. നല്ല നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയാലോ, അതേപോലൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ രണ്ടാമത് കുറച്ചും കൂടെ ഒരു കയ്യിലും കൂടി എടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പൂർണ്ണമായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫുൾ മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രൈ പാൻ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 കയ്യിൽ ഒഴിച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം ചെറുതായിട്ട് സൈഡിൽ ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. എത്രത്തോളം ഫ്ലഫി വേണോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു 2 കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ചും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക, 1 കയ്യിൽ വീതം. എന്നിട്ട് വീണ്ടും 1 സ്പൂൺ 1.5 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പലർക്കും പല രീതിയിലായിരിക്കും. ചിലരൊക്കെ വളരെയധികം സിമ്പിളായിട്ട് ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്യാറൊന്നുമില്ല, ബീറ്റ് ചെയ്യാതെയും ഉണ്ടാക്കാറുണ്ട്. എഗ്ഗ് ബീറ്റ് ചെയ്യാതെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കും. ചിലർ കൊക്കോ പൗഡർ യൂസ് ചെയ്യും, നല്ല ചോക്ലേറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും അവരുടെ ഫ്ലേവറിനനുസരിച്ച് ഓരോരുത്തർക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് ഷുഗർ പൗഡറും ഹണിയും പിന്നെ എന്താണോ വീട്ടിലുള്ള ഫ്രൂട്ട്സ് അത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്ലൂബെറി ആയിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ബ്ലൂബെറി ഇട്ടു, ഷുഗർ പൗഡർ ഇട്ടു, പിന്നെ ഹണി ഇട്ടു. അത്ര വലിയ ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ ചില സമയത്ത് നമ്മൾ ടീ കേക്ക് എന്ന് പറയും, നല്ല ചായയും ടീ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കേക്ക് ഉണ്ട്. നമ്മുടെ എഗ്ഗിൻ്റെയും മിൽക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു പ്ലെയിൻ കേക്ക്. അതുപോലെയൊക്കെ ഒരു ഫീലിംഗ് വരുമ്പോൾ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം ഫ്ലഫി ആയിട്ടാണ് ഉണ്ടാക്കിയത്. പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അർജുൻ്റെ കാര്യം എല്ലാവരും വിട്ടുപോയി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ലൈവ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് നോക്കിയിട്ട് എനിക്കൊരു അപ്ഡേറ്റും അറിയുന്നില്ല. പലരുടെയും കുറേ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പോസ്റ്റുകളെല്ലാം വളരെയധികം ഫേക്കായിട്ട് എനിക്ക് തോന്നി. വെറുതെ വ്യൂവേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും വെറുതെ അർജുനെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് വളരെയധികം ഒരു ഫേക്ക് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും തോന്നി. അതേപോലെ നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ദുരന്തം, സത്യം പറയാലോ ഞാൻ ഒരു കേരളക്കാരിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് വളരെയധികം അഭിമാനമാണ്. അത് തുറന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ നാട്ടുകാരാണ്. എന്ത് സംഭവിച്ചാലും വെറുതെ നോക്കി നിൽക്കത്തില്ല, ഉടനടി വന്ന് കൂടെ നിൽക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അത് എനിക്ക് ഇങ്ങനത്തെ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ അറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടണം എന്നൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. കുറേ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ എടുത്ത് വെക്കും, പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മനസ്സൊന്നും എനിക്ക് വന്നില്ല. പിന്നെ നമ്മുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പച്ചൻ പൈലൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ആ വ്യക്തി എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം മാറി മറിയുന്നതെന്നും പറഞ്ഞായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പൈലൻ എന്ന് പറഞ്ഞ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ആരാണ്, അവരുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, അവരും ഞങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ, അങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റോറി തുടങ്ങാം. ഞാൻ കഴിഞ്ഞ ദിവസം മമ്മിക്ക് വിളിച്ചപ്പോൾ മമ്മിയോട് ഞാൻ ചോദിച്ചായിരുന്നു, ഡാഡി എങ്ങനെയാണ് അപ്പച്ചനെ പരിചയപ്പെട്ടതെന്ന് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ മമ്മി പറഞ്ഞു, ഡാഡി എന്തോ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഡാഡി അന്ന്. ഈ അപ്പച്ചൻ അന്ന് യൂണിയൻ തൊഴിലാളിയാണ്. അപ്പോൾ അവരങ്ങനെ ഒരു പൊളിറ്റിക്കലി പരിചയപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഡാഡിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡാഡിക്ക് ഒരുപാട് ബിസിനസ് എന്നും പറഞ്ഞിട്ട് കടം ഉണ്ടാക്കുന്ന, നാടുതോറും കടം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വഭാവം കാരണം എന്ത് ചെയ്തു, കുറച്ച് കടം വീട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട് മറിക്കുന്ന കൂട്ടത്തിൽ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണവളയോ എങ്ങാണ്ടോ വാങ്ങിച്ചായിരുന്നു. ഇത് എനിക്ക് ഇങ്ങനെയാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ. സ്വർണ്ണവള വാങ്ങിച്ചായിരുന്നു. അപ്പം അപ്പച്ചൻ്റെ വീടെന്ന് പറയുന്നത് ഒരു 3 സെൻറ്റിനകത്തുള്ള ഒരു വീടാണ്. ഒരു പഴയൊരു തറ, ചെറിയൊരു തറ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു ഓല മേഞ്ഞ ഒരൊറ്റ റൂമാണ്. ആ റൂമിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ചെറിയൊരു അടുപ്പുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ കിടന്നുറങ്ങും. അപ്പോൾ അപ്പച്ചന് ഒരു മോനും 2 പെൺമക്കളുമാണ്. പിന്നെ വൈഫുണ്ട്, അമ്മച്ചി ഉണ്ട്. മൂത്ത പെൺകുട്ടിയാണ്, അവളുടെ പേര് ഷിജി പൈലൻ എന്നാണ്. രണ്ടാമത്തെ ആണിൻ്റെ പേര് ഷിബു എന്നാണ്. മൂന്നാമത്തത് ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ കഞ്ചു എന്നാണ് വിളിക്കാറ്. അഞ്ചു എന്നാണോ കഞ്ചു എന്നാണോ എനിക്കറിയില്ല, പക്ഷെ കഞ്ചു എന്നാണ് വിളിക്കാറ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അവരായിട്ടൊക്കെ നല്ല കമ്പനിയായി. കാരണം അപ്പച്ചനെ പരിചയപ്പെട്ടതിന് ശേഷം അപ്പച്ചനും ഈ ഫാമിലി എല്ലാവരും കൂടെ വീട്ടിൽ വരും. ക്രിസ്മസ്, ഈസ്റ്റർ ഒക്കെ വരുമ്പോഴൊക്കെ ഓരോ ഓണത്തിന് അങ്ങനെ ഓരോ പരിപാടിക്കും ഇവരെല്ലാവരും വീട്ടിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഈദ് അല്ലെങ്കിൽ ഓണം അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. തൃശ്ശൂരിലായിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ മുഴുവനും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആയിരുന്നു. കാരണം തൊട്ടടുത്തൊരു ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചതും ഒരു ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്, എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. ഒരു 3-4 ക്ലാസ് 4 ക്ലാസ് ആയപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ഞാൻ മുസ്ലിമാണെന്ന്. പക്ഷേ തൃശ്ശൂരിലായിരുന്നപ്പോൾ മദ്രസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഡാഡി. കാരണം എല്ലാം കൊണ്ടും സഹായിയാണ്, നല്ല മനുഷ്യനാണ്, അങ്ങനെയൊക്കെ ഒരു കണക്കൂട്ടലാണ് ഡാഡിയെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡാഡിയെ വല്ലാതെ അങ്ങോട്ട് കൂടുതൽ ആരും ബാഡായിട്ട് ജഡ്ജ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അവിടെ എല്ലായിടത്തും. പൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഡാഡി അന്ന്. അപ്പച്ചനും പിന്നെ മകൻ ഷിബുവും എപ്പോഴും ഭക്ഷണം കഴിക്കാറ്, പിന്നീട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറ് പിന്നെ ഞങ്ങളുടെ വീട്ടിലായി. അതായത് ഡിന്നർ കേട്ടോ, സ്പെഷ്യലി ഡിന്നർ. പിന്നെ അത് അങ്ങോട്ട് എന്താ പറയുക, നമ്മളൊരു കുടുംബം പോലെയായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മമ്മിക്കൊരു ഒറ്റപ്പെടലില്ലായിരുന്നു. ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവും, അങ്ങനെ നല്ലൊരു ആഘോഷമായിരുന്നു. ബാക്കി കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. മാത്രമല്ല എല്ലാ വീടുകളിലും നടക്കുന്ന സ്റ്റോറീസൊക്കെ ആയതുകൊണ്ട് ആർക്കും അത്ര വലിയ കേൾക്കാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല എനിക്കും അത് വല്ലാതെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വലിയ മൂഡൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഓരോന്നും നടക്കുന്നതൊക്കെ ആലോചിച്ചിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു
എൻ്റെ വീഡിയോസിൻ്റെ സൗണ്ടൊക്കെ വളരെ കുറവാണല്ലേ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. സ്പീക്കറിന് എന്തൊക്കെ മൈക്കയുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ സെറ്റാക്കിയിട്ട് ശരിക്കൊന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ 2 പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ ബ്ലൂബെറി ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലൂബെറിയാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ഹണി, പിന്നെ കുറച്ച് ഷുഗറിൻ്റെ ഒരു പൗഡർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അതൊന്നും ഇല്ലെങ്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ബട്ടർ പീസൊക്കെ അതിൻ്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പും അതിന് മുകളിൽ ഒഴിക്കാം കേട്ടോ. സോ എല്ലാവരും പാൻ കേക്ക് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇതിൻ്റെ ഷോർട്ടും ഇടുന്നുണ്ട്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.